യെസ്റ്റർഡേ ടുഡേ ടുമാറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാലാവസ്ഥയെക്കുറിച്ചാണ്. ഒരു പ്രദേശത്തെ അന്തരീക്ഷ സ്ഥിതിയെയും കാലാവസ്ഥയെയും നിയന്ത്രിക്കുന്നത് വായുവിൻ്റെ താപനില, കാറ്റ്, ഈർപ്പം, മേഘത്തിൻ്റെ സാന്നിധ്യം ഇവയെല്ലാമാണ്. സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി എന്നിവയും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഈ ഘടകങ്ങളുടെ കാര്യമായ മാപനത്തിലൂടെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും പ്രവചിക്കാൻ കഴിയും. അതിനുവേണ്ടി കാലാവസ്ഥാ നിരീക്ഷണാലയങ്ങൾ ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്താൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാലാവസ്ഥ പഠിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ശാസ്ത്രജ്ഞനാണ് മെറ്റീരിയോളജിസ്റ്റ്. താപവും മർദ്ദവും മേഘരൂപീകരണവും കാറ്റിൻ്റെ ശക്തിയും ദിശയും എല്ലാം അവർ പഠിക്കുന്നു. അന്തരീക്ഷവായുവിൻ്റെ ഉയർന്ന താപത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുവാൻ ബലൂൺ ഉപകരണങ്ങൾ ഘടിപ്പിച്ചും മറ്റും പരീക്ഷണം നടത്തുന്നു. ലോകത്തെയാകെ 12 കാലാവസ്ഥാ പ്രദേശങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. 1 മധ്യരേഖാ വനങ്ങൾ, 2 ഉഷ്ണ മൺസൂൺ വനങ്ങൾ, 3 ഉഷ്ണമേഖലാ പുൽപ്രദേശങ്ങൾ, 4 ഉഷ്ണ മരുഭൂമികൾ, 5 മെഡിറ്ററേനിയൻ കാലാവസ്ഥാ പ്രദേശങ്ങൾ, 6 മിതോഷ്ണ മേഖലാ പൂർവ്വ തീരപ്രദേശങ്ങൾ, 7 ഇലകൊഴിയും കാടുകൾ അഥവാ ബ്രിട്ടീഷ് മാതൃകാ പ്രദേശങ്ങൾ, 8 ഇലകൊഴിയും കാടുകൾ സെൻറ്റ് ലോറൻസ് മാതൃകാ പ്രദേശങ്ങൾ, 9 സൂചിയിലക്കാടുകൾ, 10 മിതോഷ്ണ മേഖലാ പുൽപ്രദേശങ്ങൾ, 11 തുദ്രപ്രദേശങ്ങൾ, 12 പർവ്വത സസ്യപ്രദേശങ്ങൾ എന്നിവയാണ് ഇവ. ഒരു പ്രത്യേക സ്ഥലത്തെ കാലാവസ്ഥ കുറേ കാലത്തെ അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ശരാശരിയാണ്. ഒരു പ്രദേശത്തിൻ്റെ ജീവിത രീതി പോലും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇന്ന് കാലാവസ്ഥാ പ്രവചനം നടത്തുന്നത്. ഇതിനായി പ്രത്യേകം മാപ്പുകൾ തയ്യാറാക്കി അവ പഠന വിഷയമാക്കും. അന്തരീക്ഷമർദ്ദം ഒന്നുപോലെയുള്ള പ്രദേശങ്ങൾ, താപനില തുല്യമായ സ്ഥലങ്ങൾ, പ്രാദേശിക കാറ്റുകളുടെ ദിശ, ആകാശം തെളിഞ്ഞതാണോ മേഘാവൃതമാണോ, മഴയുടെ അളവ്, അന്തരീക്ഷ മർദ്ദം കൂടിയതും കുറഞ്ഞതുമായ പ്രദേശങ്ങൾ ഇവയെല്ലാം അത്തരം മാപ്പുകളിൽ ഉണ്ടാകും. ഇത്തരം ഒരു മാപ്പ് നോക്കി അപ്പോഴത്തെ സാഹചര്യത്തിൽ കാലാവസ്ഥ എങ്ങനെ മാറി വരുന്നു എന്നതിൻ്റെ സംബന്ധിച്ച് പ്രവചനം നടത്താൻ കഴിയും. കുറഞ്ഞ മർദ്ദമാണെങ്കിൽ അവിടെ കാറ്റുണ്ടാകാനിടയുണ്ടെന്ന് മനസ്സിലാക്കാം. തണുത്ത് മർദ്ദം കൂടിയ വായു അങ്ങോട്ട് പ്രവഹിക്കാനിടയുണ്ട് എന്നതുതന്നെ അതിനു കാരണം. കാറ്റിൻ്റെ വേഗതയും ഏറെക്കുറെ പ്രവചിക്കാൻ കഴിയും. വിവിധ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത്തരം പ്രവചനങ്ങൾ വളരെ സഹായകരമാണ്.